എങ്ങനെയാണ് ചേച്ചി ഇപ്പം ഈ ഒരു രണ്ടാം ജന്മത്തിലേക്ക് വരുന്നത്? എങ്ങനെയായിരുന്നു വീഴ്ച? അതൊരു പുനർജന്മം എന്നാണ് എല്ലാവരും പറയുന്നത്. ഉം. 100 വയസ്സ് കഴിഞ്ഞാലും ഞാൻ മരിക്കത്തില്ലെന്ന് പറയുന്നു. അവർ ഉം. പറയുന്നു, ഉം. ഇനി 100 വയസ്സ് കഴിഞ്ഞാലും മരിക്കൂല, ഒരു മാറ്റമില്ല, ഇനിയും ജീവിച്ചു കൊണ്ടേയിരിക്കും. ചിലപ്പം മരിക്കാത്തൊരു സ്ത്രീ ആയിരിക്കും. ഒന്നോ രണ്ടോ മൂന്നോ എനിക്ക് സീരിയലിനൊക്കെ പറഞ്ഞ് ധൃതിയുള്ളതുകൊണ്ട് കിടക്കുന്നിടത്തുനിന്ന് വന്ന് പെട്ടി തുറക്കണം ഇതൊക്കെ ഉണ്ട്. ഞാൻ പെട്ടി അങ്ങ് തുറന്നിട്ടേക്കാം. പെട്ടെന്നെടുത്ത് ഇതെടുത്തൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പെട്ടി തട്ടിയടിച്ച് പെട്ടിക്ക് തണ്ട് ഇതേപോലെ കട്ടിയുള്ള ഒരു അടപ്പ് അതും കയറിയടിച്ച് വീട്ടിന് രണ്ടാമത്തെ നിലയിൽ നിന്ന് എന്തിനാ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പടിയിൽ ടക്ക് 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 കെട്ടുന്നുണ്ട് ഇവിടെ. അത് മാറി ഇപ്പം. അത് കുറച്ച് നാളാണ് അങ്ങനെ ഒരു വീഴ്ച. പിന്നെ എനിക്ക് സീരിയലിന് നിൽക്കുമ്പം പാല് കൊണ്ടുവരുന്ന ചെറുക്കൻ താമസിച്ചു. ഞാൻ പറഞ്ഞ നെല്ല് അരക്കുപ്പി പാല് വീതം വാങ്ങിക്കുമായിരുന്നു ഞാൻ. അത് ഞാൻ ഒന്ന് പോയിട്ട് വിടുന്നു. അവിടെ ചെന്ന് അവിടെയും ചെന്ന് പറഞ്ഞു വീണ് തട്ടി അങ്ങ് വീണ് അങ്ങനെ പിന്നെ അങ്ങനെ കുറേ വീഴ്ച വീണ്. ഈ വീട്ടിൻ്റെ സ്റ്റെപ്പിൽ കൂടെ വീണത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതൊക്കെ എനിക്ക് ഞാൻ ദൈവമേ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു. ഉരുണ്ട് ഞാൻ ബാലൻസിലൊക്കെ പിടിച്ച് വന്നു. അന്നൊരു പെണ്ണ് വീട്ടിലുണ്ട് നോക്കാനൊക്കെ. അങ്ങനെയൊക്കെ വന്ന് പിന്നെ ഈ എൻ്റെ പുനർജന്മം ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഞാനിങ്ങനെ ബെഡിൽ കിടക്കുന്നു, ചരിഞ്ഞ് കിടന്നപ്പോൾ താഴെ പോയി എന്തൊക്കെ ശബ്ദങ്ങൾ കേട്ടെന്ന് എനിക്കറിയാം. ഭയങ്കര സംഭവമാണത്, പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ വയ്യ. ഞാൻ അപ്പം മോൻ്റെ വീട്ടിലായിരുന്നു ഞാനപ്പോൾ ഈ കള്ളന്മാരൊക്കെ കയറി തുടങ്ങി ഓരോ വീട്ടിൽ സ്വർണത്തിന് വില കൂടിയപ്പം. അപ്പം എൻ്റെ വീട്ടിൽ സ്വർണ്ണമൊന്നുമില്ല, അധികം സ്വർണ്ണമൊന്നുമില്ല, വളരെ കുറച്ച്. നമുക്കെല്ലാ പൈസയും വരുന്നത് അക്കൗണ്ടിലാണ്, അത് അവിടെ കിടക്കത്തേലേ ഉള്ളൂ. ആവശ്യത്തിന് എനിക്ക് ഫോണിൽ കൂടെ പൈസ എടുക്കാനും കൊടുക്കാനും കഴിയുന്നത്. ആവശ്യത്തിന് പോയി എടുക്കും, ചിലവാക്കും. വലിയ ചിലവൊന്നുമില്ല. എന്നും വർക്കായതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നൊന്നും വയ്ക്കത്തുമില്ല. അവളെയും കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ പോയി തിന്നാൻ വാ എന്ന് പറഞ്ഞ് അവർ 8 മണിക്ക് വേണ്ടി വരുമ്പം ഞാനങ്ങ് പോകും. അവിടുന്ന് കാപ്പി പലഹാരം ഉച്ചയ്ക്ക് കൊണ്ട് മറ്റത് എല്ലാം അവിടെ തന്നെ. വൈകിട്ട് വരുമ്പം പൊതിയും തരും, ചപ്പാത്തിയും ചിക്കനും ഒക്കെ. അതുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ ഇങ്ങ് തിന്നും. പിറ്റേന്ന് മാറുന്നത് അത് ഇങ്ങനെ മാറിയായിരുന്നു അങ്ങനെ. അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇവരും വിളിച്ച് പറഞ്ഞ് മമ്മി കുട്ടനെന്നാണ് വിളിക്കുന്നത് കിഷോറിനെ, കുട്ടൻ്റെ വീട്ടിൽ പോയി കിടക്ക്, ഞങ്ങൾക്ക് വരാനും ഒക്കത്തെ, മമ്മി ഒറ്റയ്ക്ക് കിടക്കരുത്. അവിടെയൊക്കെ ഒരു വല്യമ്മ പകല് ഒരു വല്യമ്മ എന്ന് പറഞ്ഞാൽ അമ്മച്ചി ഇച്ചിരി വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. 1 2 3 പേരുണ്ട്. ബാ മക്കളെ എന്ന് വിളിച്ചു. ഇവർ അകത്ത് ചെന്നപ്പോൾ അവരകത്ത് വെള്ളം എടുക്കാൻ പോയപ്പോൾ ഇവർ കഥ ഇങ്ങനെ ഇട്ട് കഥകം അടച്ചിട്ട് അവർ വായും കുത്തി മുട്ട മാല ഇടുന്നു അതൊക്കെ വലിച്ചു പൊട്ടിച്ചു കൊണ്ടങ്ങ് പോയി. അപ്പം ഞാൻ ഒറ്റയ്ക്ക് കിടക്കാൻ സംഭവിക്കുന്ന വെച്ച് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെഡിൽ നിന്ന് അങ്ങ് താഴെ വീണ്. അതിൽ നിന്നും എഴുന്നേക്കാൻ വയ്യ. കറങ്ങി മോനെ കുട്ടാ ഇങ്ങോട്ട് വാടാ, ഞാൻ വീണ് വന്ന് ഇളക്കിയപ്പം മൗനരാഗക്കാർക്ക് ഒരു സിനിമ അതിലെന്നെ വിളിച്ച് ഞാൻ. ആ സീരിയലുകാർ സിനിമ എടുത്ത് അതിലും എന്നെ വിളിച്ച്. വീണേൻ്റെ അന്ന് ആ സിനിമ കുറച്ച് ബാക്കിയുണ്ടെന്ന് അത് ചെയ്തു കൊടുക്കണം. ഞാൻ പറഞ്ഞു നേരത്തെ വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല. ഞാൻ പോയി സിനിമയ്ക്ക് പോയിട്ട് മൗനരാഗത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നായിരുന്നു. അതും ഒരു പെട്ടെന്ന് പോയി അതും ചെയ്ത് ഈ വീണ് വെച്ചിട്ട് ബ്ലഡൊന്നും പതുക്കെ ബ്ലഡ് ഇങ്ങനെ പോകത്തുള്ളൂ, ക്ലോട്ട് ആവാതെ ഇങ്ങനെ തലയിലിടും. അപ്പം വൈകുന്നേരം ഞാൻ വന്ന് ഈ രണ്ടും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ് എൻ്റെ ലക്ഷണങ്ങൾ മാറിത്തുടങ്ങിയെന്ന് അവൻ പറഞ്ഞ്. ശ്രീരാമകൃഷ്ണ മിഷനിലോട്ട് പോയത് മാത്രം അറിയാം, എങ്ങോട്ട് പോയെന്നോ ഏതെന്നോ ഒന്നും അറിഞ്ഞൂടെ. ശ്രീരാമകൃഷ്ണ മിഷനിൽ നിന്ന് തിരിച്ചെത്തപ്പോൾ വന്നെന്നോ അറിഞ്ഞൂടെ എനിക്ക്. വന്ന് കയറി കിടന്ന് ഉറങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓപ്പണാണ് എൻ്റെ വീട്ടിലെ നൈറ്റിയല്ല. പെട്ടെന്ന് ഊരാൻ എനിക്ക് എൻ്റെ കൈ ഒന്നിച്ച് തകരാറുണ്ട്. ഞാൻ ആ ഫ്രണ്ട് ഓപ്പൺ ഊരിയിട്ട് എനിക്ക് ഷീറ്റ് ഇവിടം വരെ പുതയ്ക്കുന്ന ഇഷ്ടമല്ല, തണുപ്പ് എനിക്ക് ഇഷ്ടമാണ് ഇവിടെ. ഞാൻ ഇവിടം വരെ ഇങ്ങനെ ഇത്ര മാത്രം ഇട്ട് കിടന്ന് ഉറങ്ങിയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നൈറ്റി എപ്പോഴും ഊരി. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് സങ്കടമുള്ളൊരവസരമാണത്. ഊരിക്കളഞ്ഞ് എനിക്ക് വയ്യ. ഒരു വെപ്രാളമൊക്കെ എടുത്തപ്പോൾ ഞാനതങ്ങ് ഊരിക്കളഞ്ഞ്. എന്നിട്ട് മമ്മി എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞാൽ എങ്ങനെയാണ് എഴുന്നേറ്റ് ഒന്നുമില്ലാതെ എൻ്റെ മോൻ്റെ മോനും എൻ്റെ മോൻ്റെ ഭാര്യ ഉള്ളപ്പോൾ ഞാൻ നടന്ന് അവരെന്തടാ അപ്പോൾ ഒന്നുമില്ലെന്ന് ഞാൻ അറിയുന്നില്ല.
എങ്ങനെയാണ് കണ്ണെന്നറിയുന്നില്ല. നമുക്ക് ശ്രീരാമകൃഷ്ണ മിഷൻ കൊണ്ട് ശരിയായില്ല, PRS പോകാമെന്ന് പറഞ്ഞ് എന്നെ PRS നൈറ്റിയൊക്കെ എടുത്തിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പോഴാണ് ഡോക്ടർ, എൻ്റെ പ്രമോദ് ഡോക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഞാൻ ഇങ്ങേരൊക്കെ തന്നെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം അയാൾ ഇതൊക്കെ കാണുന്നുണ്ട്. അയാൾ പതുക്കെ നോക്കി, ദേഷ്യം. ദേഷ്യം ദേഷ്യം ദേഷ്യം. ഡോക്ടർ അങ്ങ് പോയിട്ട് പറഞ്ഞു, വേറൊരു ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഇതാണ് കുഴപ്പമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങോട്ട് ചെന്നപ്പോൾ ആ ഡോക്ടറെ കൊണ്ടുപോകണം, എന്നെ ഇങ്ങനെ വീൽ ചെയറിൽ കൊണ്ടുപോവുക. എന്താണ്? ഞാൻ പറഞ്ഞു, എന്ത് ദേഷ്യം എനിക്ക്. എന്നെ മനസ്സിലായില്ലേ? ഇല്ല പൊന്നു മോളെ, നിന്നെ ഒന്നും എനിക്ക് മനസ്സിലായില്ലേ. പെണ്ണായി. ആണുങ്ങളില്ല, എല്ലാം പെണ്ണ്. ഈ സിസ്റ്ററിനെ മനസ്സിലായോ? എവിടെ ഈ മൂദേവിയൊക്കെ ആര് സിസ്റ്ററാക്കിയത്? അതങ്ങനെ ഒരു പേന എടുത്ത് കാണിച്ചിട്ട് ഇതെന്തോന്നാണ് ഞാൻ ഇങ്ങനെ പിടിക്കണ്ട, എവിടെത്തോ എന്തോ എനിക്ക് തന്നില്ല. എനിക്കൊന്നും മനസ്സിലാകത്തില്ല, അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഡോക്ടറെ അടുത്ത് പോയി, അങ്ങോട്ട് പോയി. പിന്നെ എന്നെ ICUലോട്ട് മാറ്റി. പിന്നെ അവിടെ ഇട്ട് എത്രയും ദിവസം അവിടെ കൊച്ചുമോള് വന്ന് ഇവിടെ ഇവരെന്നെ ഇങ്ങോട്ട് വരുന്നതിനെ ചോദിച്ചു, എന്നെ മനസ്സിലായ മമ്മി? ഞാൻ പറഞ്ഞു, ആരാ? പൊന്നു. ഞാൻ പറഞ്ഞു, ഏത് സീരിയല്? ഇതിനെ അറിയപ്പെടും, ലക്ഷ്മി മമ്മിയുടെ മോ. ഏതില്? ആര്? എനിക്കെന്നെ അറിഞ്ഞൂടാ, എനിക്ക് നിങ്ങളെ ഒന്നും അറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല. മമ്മിയുടെ മോള്. ഞാൻ പറഞ്ഞു, ഏത് സീരിയലിൽ മോളായിട്ട് അഭിനയിച്ചത്? എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളെ ഒന്ന്, എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ICU കൊണ്ടിട്ടപ്പോൾ എനിക്ക് ദേഷ്യം കൂടിയിട്ട് അവന് എല്ലാവളും കൂടെ എന്നെ എന്തോ ചെയ്യുന്നു, ഞാനിവിടെ കിടക്കില്ല, മാറിനടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഓടാൻ തുടങ്ങി. കൈ പിടിച്ച് കെട്ടിയിട്ടിട്ട് അവിടെ വെച്ച് ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ ഇട്ട് നമ്മൾ അറിയത്തില്ല, അലിയിച്ച് കളഞ്ഞു. ക്ലോട്ട് ആവുകയോ വേറെ എന്തെങ്കിലും ആയെങ്കിൽ ചെറിയൊക്കെ കൂടുന്ന ഒരു അസുഖം മരുന്ന്, അങ്ങനെയാണെങ്കിൽ മരിച്ചേന. എന്തോ ഒരു വിധി. അവരൊക്കെ പറഞ്ഞ് പുനർജന്മം എന്നാണ് എന്നെ വിളിക്കുന്നത്. എന്നിട്ട് അങ്ങനെ അപ്പം നമ്മൾ വീട്ടിൽ പോകണ്ടേ? ഞാൻ പറഞ്ഞു, വേണ്ട. അപ്പോൾ ഓർമ്മകൾ വരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പോവില്ല, എന്നെ ഇവിടെ കിടത്തിയാൽ മതി. ഇവിടെ കിടന്നാലേ ഇൻഫെക്ഷൻ ഉണ്ടാവും ആശുപത്രി. ഞാൻ പറഞ്ഞു, നല്ല വൃത്തിയൊക്കെ ഉണ്ടല്ലോ, പോയിട്ട് നമുക്ക് വരാം എന്ന് എൻ്റെ സൗമ്യതയിൽ പറഞ്ഞ്. അപ്പോൾ എന്നിട്ട് 7 ദിവസമായപ്പോൾ എന്നിട്ട് പിന്നെ അത്ര ദിവസം ബെഡിൽ കൊണ്ടുവച്ച് കിടത്തി, വേറെ ഒരു റൂമിലെ ബെഡിൽ കൊണ്ടുവച്ച് കിടത്തി. ഞാൻ പറഞ്ഞു, AC വേണ്ടേ എനിക്കെന്ന് പറഞ്ഞ് ഞാൻ കിടന്നു. അപ്പോഴും കൂടെ ബോധം പോകണുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റർ ഇങ്ങോട്ട് വരട്ടെ. ഇപ്പം സിസ്റ്റർ വന്നാൽ ഞാൻ അവരിനി ആടി വരുമ്പോൾ എത്ര സമയമാവും എന്തെന്നോ അവർ വന്ന് എന്നെ നോക്കി. അപ്പോൾ ഡോക്ടർ അപ്പോൾ ബോധം പോകുന്നുണ്ട് കൂടെ. അങ്ങനെ അയാൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ വരാം. ഇതിൻ്റെ ഇടയിൽ ഒരു നേഴ്സ് ഡോക്ടറെ അടുത്ത് ഞാൻ ചെന്ന് എന്നെ ഉരുട്ടിക്കൊണ്ട് വന്നു. 11 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. 11 മണിക്ക് ആശുപത്രി വെച്ച് തന്നെ കൊണ്ട് ചെന്നപ്പോൾ ആ ഡോക്ടറെ അവിടെ ഇല്ല. അപ്പോഴൊക്കെ നമുക്ക് ഞാൻ ദേഷ്യപ്പെടുന്ന അപ്പോഴാണ് എനിക്ക്. അപ്പോഴില്ലെങ്കിൽ സമാധാനമായിട്ട് പോകും. അയ്യോ ഡോക്ടർ പോയില്ല. ഞാൻ പറഞ്ഞ സമയം എന്തായി? അവിടെ ഒരുപാട് ആൾ. അപ്പോൾ പിള്ളേർ കൊച്ചിന് നാണക്കേട്. 11 മണിയായി. ഞാൻ പറഞ്ഞു, ആ ഡോക്ടർ എപ്പോഴാണ് വന്നത്? ആ ഡോക്ടർ എപ്പോഴാണ് വന്നത്? അല്ല, അപ്പോൾ 10 മണിക്ക് വന്നിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമായിട്ട് അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ അത്യാവശ്യം എന്താണ്? ഞാൻ 10-16 വർഷം കൊണ്ട് ഞാൻ ഇവിടുത്തെ ചികിത്സയിലാണ്. ഒരു ഡോക്ടർമാരും എന്നോട് അങ്ങനെ കാണിക്കുന്നില്ല. ആ ഡോക്ടർ ഇവിടെ ഇല്ല. കൊണ്ടുപോയെന്നെ. അപ്പോൾ ഉരുട്ടിക്കൊണ്ട് വേണേൽ ലിഫ്റ്റിൻ്റെ പോകാൻ കൊണ്ടുപോയെന്നെ. ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട്. അപ്പോഴത്തേക്ക് ആ സിസ്റ്റർ അവർക്ക് രോഗികളെ അങ്ങോട്ട് വേറെ ഡോക്ടറാണെങ്കിലും കയറ്റി, വേറെയും ഡോക്ടറാണ്, ഞാൻ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് താഴെ പോയി എന്നെ ബെഡിൽ കൊണ്ടുവച്ച് കിടത്തുന്നത്. അതിന് ശേഷമാണ് ഈ പോക്കൊക്കെ. പിറ്റേന്ന് നിന്നപ്പോഴത്തേക്ക് ഡോക്ടർ അവിടെ ഉണ്ട്. പാവൻ ഡോക്ടർ വിനുകുമാർ, അങ്ങനെ കണ്ടാണ് ആ ഡോക്ടറെ പേര്. ആ ഡോക്ടറുണ്ട്. ഞാൻ ചെന്നിട്ട് എന്നെ കയറ്റി വിടുന്നില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ വന്നവരെ ഇന്ന് കയറ്റി വിടുമെന്നാണ്. അപ്പം ടോക്കൺ കിട്ടിയവരെ അവരെ വിളിക്കുന്നു, ഇവരെ വിളിക്കുന്നു. അപ്പോഴത്തേക്ക് കഥക്ക് തുറക്കുമ്പോൾ ഡോക്ടർ എന്നെ കാണും. ഞാൻ ദേഷ്യം വന്നിരിക്കുകയാണ്, ഇടിച്ച് കയറണമെന്നൊക്കെ തോന്നി. അപ്പം എന്നെ വിളിക്കാൻ പറഞ്ഞു. എന്നെ വിളിച്ച ആ നേഴ്സ് എന്നെ അറിയുന്ന എൻ്റെ മുഖത്ത് നോക്കിയില്ല. അവർക്ക് നിയമമില്ലേ, അവർ ഡോക്ടർ പറയുന്നവർ അങ്ങനെ. അപ്പോൾ ഒരു സ്ത്രീ എഴുതുന്നുണ്ട് പറഞ്ഞു, ഞാനല്ലേ വന്നത് എന്നെ. അവരെ അങ്ങോട്ട് കയറ്റിയിട്ട് അവർ ഞാൻ ചെന്നു.
ഇങ്ങനെ ഇഴച്ചോണ്ട് ചെന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ വന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നോണ്ട് ഇങ്ങനെ വന്നു. ദേഷ്യയിൽ കിടക്ക് ഇത്തിരി ദേഷ്യമുണ്ട്. അത് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നു. ആ അപ്പം നടന്നു വന്നാൽ പോരെ. ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാനൊക്കെ അറിയാം, ഞാൻ നടന്നു തന്നെ ജീവിച്ചത്, എനിക്ക് നല്ലപോലെ അറിയാം. ഓ ഡോക്ടർ വരട്ടി. ദേഷ്യം. ഞാനങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ദേഷ്യപ്പെടുന്നതിന് പിന്നെ ദേഷ്യപ്പെടാതിരിക്കുന്നത്, ഞാൻ ഇന്നലെ വന്നതല്ലേ. അത് ഡോക്ടർ ഡോക്ടർ 10 മണിക്ക് രോഗി റൗണ്ടിനെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 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 സാമാന്യ മര്യാദ വേണ്ടേ? ഡോക്ടറോട് അതിനകത്തിരുന്നുകൊണ്ട് ചോദിച്ചതാണ്. അല്ല എനിക്ക് അത്യാവശ്യം ഒരു കേസ് കേട്ട് വന്നുകൊണ്ടാണ് ഞാൻ പോയത്. എനിക്ക് എനിക്ക് അതിനേക്കാൾ അത്യാവശ്യം കേസ് കേട്ടാണ്, അറിയാമോ നിങ്ങൾക്ക്? നിങ്ങളെ പോലെയൊക്കെ തന്നെ ഞാനും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പോട്ട് എന്നെ ചികിത്സിച്ച് ഭേദമാക്കി. ഞാൻ പറഞ്ഞു ഇവിടെ പരിശോധിക്കുക, അവിടെ പരിശോധിക്കുക. അപ്പം ഇതൊന്നും വെച്ച് പരിശോധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇയാളെന്ത് ഇങ്ങനെ, ഇവർക്ക് അറിയാം അതൊക്കെ മെൻ്റൽ ആയാൽ എന്താണെന്ന്. ഞാൻ പറഞ്ഞു അതെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ലേഡി പഠിക്കുന്ന ഡോക്ടർ പഠിക്കുന്ന ഞാൻ എടുക്കാൻ പറഞ്ഞു. പിന്നെ എല്ലാം പരിശോധിച്ച് വെച്ച് ഒരു കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടാന്ന് പറഞ്ഞ്. എന്നിട്ട് ശരി പിന്നെ ചിന്തതിന് ശേഷം ഈ സംഭവം അവളെന്ന് പറഞ്ഞില്ല, എന്തായാലും ആടി വരുമ്പം കുറേ നേരം ആവും. അവർ നോക്കി ഞാനും നോക്കി. ഡോക്ടർ കൂടെ ഇപ്പോണ്ട്. എന്നെ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ ലാസ്റ്റ് പരിശോധനയ്ക്ക് ചെല്ലണം. എനിക്ക് ചെല്ലാൻ വയ്യ, ഞാൻ പോവില്ല. അപ്പം ഇതിനിടയിൽ കൊച്ചിങ്ങോട്ട് വന്നപ്പോൾ കൂടെ എന്നെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പം ഡോക്ടർ ഞാൻ കൊണ്ടുപോക്കോട്ടെ. വേണ്ട 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 വേണ്ട, ഇപ്പോൾ കൊണ്ടുപോകണ്ട, ഞാൻ പറയാം, ഇനി അടുത്ത പരിശോധനയ്ക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പരിശോധനയ്ക്ക് 27-ാം തീയതി പരിശോധനയ്ക്ക് വന്നപ്പോഴത്തേക്ക് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇനി ഇവിടെ ഒന്നും നിൽക്കരുത്, പറന്നോളണം അങ്ങോട്ട് എന്ന് പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വരാനിടയാക്കരുതേ ഇങ്ങനെയൊന്നും. ഞാനങ്ങനെ കൈ പിടിച്ചിട്ട് സങ്കടം വന്ന് ക്ഷമിക്കണം, ഞാൻ ആദ്യം സോറി പറയുന്നു. ലാസ്റ്റ് ഡോക്ടറെ ഞാൻ എന്തൊക്കെ, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എന്തൊക്കെ സംഭവിച്ചു. കൊച്ചുമോളോട് ചോദിക്കണം, ഒരു ഡോക്ടർക്ക് ഏറ്റവും വേണ്ടിയത് ക്ഷമയാണ്. അമ്മ എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഓരോരുത്തർ വന്ന് എന്താണ് പട്ടി ഇവൻ്റെ പോടാ എന്നൊക്കെ പറയുമെന്ന് ഞങ്ങളതൊക്കെ കേട്ട് സഹിക്കുന്നതിൽ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ശരി ഞാൻ പറഞ്ഞു എനിക്ക് രംഗത്ത് ഇപ്പം കണ്ണ് തുറക്കുമ്പം കണ്ണിനൊരു ശക്തി കിട്ടുന്നില്ല. ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമുക്ക് പല റിയാക്ഷൻ വരണ്ടേ. അപ്പോൾ കാൽസ്യം ഗുളിക കഴിക്കുക, അതും കുറിച്ച് അതുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ഗുളികകളാ എല്ലാം ഇനി ഞാൻ വിരലിങ്ങനെ തന്ന് ഇതിലോട്ടൊന്ന് പിടിച്ച് ഞാൻ പിടിച്ച്, അയാൾ അങ്ങോട്ട് വലിച്ച് ഞാൻ ഇങ്ങോട്ട് വലിച്ച് എന്തോ ഇത് എന്നെക്കാൾ ശക്തിയാ. ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ഇവിടുത്തെ എല്ല് യോജിപ്പിക്കാൻ വേറെ വഴിയില്ല. അകത്തെ എല്ല് പൊട്ടിയാൽ അവരെങ്ങനെയോ എന്തോ കാണിച്ച് ഇങ്ങനെ ഇരിക്കുന്നവർ ഇങ്ങനെ ആക്കാൻ അവർക്ക് എന്തോ ഒരു വിദ്യയുണ്ട്, എന്തോന്നുണ്ട്. അകത്ത് കൈയിടാനൊന്നും ഒക്കത്തില്ലല്ലോ. ഇങ്ങനെ വച്ചിട്ട് അങ്ങ് ഒട്ടുന്നത് പിന്നെ ഒന്നും ചെയ്യാതെ മലർന്ന് തന്നെ കിടക്കണം. അത് കഴിഞ്ഞ് എന്നെ ചെല്ലാൻ പറഞ്ഞ് ചെന്നിട്ട് പരിസ്ഥിതി പൊക്കോളാൻ പറഞ്ഞ് പറഞ്ഞ എല്ലാ ലേഡികളെയും ചീത്ത പറഞ്ഞ ലേഡി. അപ്പം ഞാൻ രണ്ടാമത്തെ ദിവസം പരിശോധിച്ചു ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞ് ആദ്യത്തെ ദിവസം ഡോക്ടറെ കണ്ടില്ല. ചെന്നപ്പോഴത്തേക്ക് 2 സൈഡിൽ ഇരുന്നോണ്ട് പെണ്ണുങ്ങൾ അത്രയും ആവശ്യമായിരുന്നു. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. അത് ഞാൻ വേണ്ട നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റുപിടിക്കാൻ പറഞ്ഞത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് സംസാരിക്കണം എന്ന് പറ. അവർക്ക് അപ്പോഴാ മനസ്സിലായി എനിക്ക് തലയ്ക്ക് സുഖമില്ല. അന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ എന്നെ കൊണ്ടുപോകണില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുപോവില്ലേ. അപ്പം ഇപ്പം വരാം. അപ്പം അവരെല്ലാം വരേണ്ടത്. എന്നെ കൊണ്ടുവന്ന ഒരു ലേഡിയുണ്ട്, അവരെന്തിനാ അങ്ങോട്ട് പോയി. അവർ പൊന്നു എന്നെ കൊണ്ടുപോകും എൻ്റെ മോളെടുത്ത്. ആ കൊച്ചും മോനും കൂടെ ഉന്തിക്കൊണ്ട് അങ്ങോട്ട് നിന്നപ്പോൾ ആ സ്ത്രീ വന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ പോയിരുന്നു? അവിടെ തെള്ളിക്കറി നിൽക്കുകയാണ്. ഞാൻ പറയും പാമ്പരട്ട് ലിഫ്റ്റിൽ പോക്കോട്ട്, ഇനി പിന്നെ പോയാൽ മതി. നിങ്ങൾ എവിടെ പോയിരുന്നു? അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതാണോ മര്യാദ? ഞാൻ ഇന്നലെ വന്ന് കിടക്കുമല്ലോ ഇവിടെ, എത്ര ദിവസം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ശരി. അപ്പോൾ ഈ സ്ത്രീ വന്ന് എന്നെ കൊണ്ടുപോയില്ല. ഞാൻ പറഞ്ഞു ആ ഒരു ബുദ്ധി എനിക്കുണ്ട്, ആ ഒരു ബുദ്ധി കിട്ടി എനിക്ക്. പറഞ്ഞ് പൊക്കോ കേട്ടോ, ഡോക്ടറുടെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, പൊയ്ക്കോ. അതെനിക്കറിയാം. ഡോക്ടറുടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന വേറെ കയറ്റി വിടണം, അവരെ സമയം പോണ് അതറിയാം. മേലാൽ ഇങ്ങനെ ആരോടും കാണിക്കരുത് കേട്ടോ. അവരുടെ ഇവർ രണ്ടിലും പോയി താഴെ വന്ന് അപ്പം കൊച്ചുമോളാണ് വണ്ടി ഓടിക്കുന്നത്. കൊച്ചുമോൾ മമ്മി ഇവിടെ നിൽക്കണം, എന്നെ അവിടെ ഇരിച്ച്. എല്ലാവരും അറിഞ്ഞ് ആളുകളുടെ ബഹളമായിരുന്നു ചത്തതറിയാൻ.
ആ ഇത് എന്തോ സംഭവിച്ചു പോയി ആ എന്നുള്ളത്. എല്ലാവരും പറഞ്ഞു തീർന്നെന്ന്. വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. ഉം. അമ്മ ആ. സംഘടന വാർത്തേനെയൊക്കെ ഇട്ട്. ഉം. ഇച്ചിരി ഇൻഷുറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരും കുറച്ച് ഇൻഷുറൻസിൽ നിന്നില്ല, കുറേ കൂടുതലായി. ഉം. അതൊക്കെ മോളടച്ച് എങ്ങനെ എന്തായാലും വന്നു. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് 29 തീയതി ഞാൻ ഇങ്ങോട്ട് വന്നു. ഇതാണ് എൻ്റെ അനുഭവം. ഉം. ഇപ്പം ഇപ്പം സിനിമ ദൂരെ പോകാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ. ഉം. അപ്പോൾ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ പറയും ഓ അമ്മ വരത്തില്ല. ഉം. ചില വേഷങ്ങൾ ഞാൻ തന്നെ ചെയ്യണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. തീർച്ചയായിട്ടും അമ്മയുടേതായ ഒരു നല്ല ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അമ്മ വേണമെന്നൊരു ഡയറക്ടർ തീരുമാനിച്ചാൽ അമ്മ അത് ദൂരമല്ല, അവരതിനുള്ള ഫെസിലിറ്റി തരും. ഇപ്പം തിരുവനന്തപുരത്തൊരു പടം നടക്കുന്നത് എന്നെ വിളിക്കും, പക്ഷെ ഇപ്പം പറ്റൂലല്ലോ, ഞാൻ ഇവിടെ ഇല്ലേ. ആ റെസ്റ്റിലാണ്. അത് അത്ര വലിയ പടമൊന്നും ആയിരിക്കത്തില്ല, ഉം. തട്ടിക്കൂട്ട് പരിപാടികളാണ്. ഉം. എന്നാലും ഏത് തട്ടിക്കൂട്ടിൽ ഞാൻ ചെന്നാലും അമ്മ പടം ഇത്തിരി കൂടെ അത് വേണമെന്ന് ഇത് പറയുന്നത്. പക്ഷെ അമ്മ കലക്കി എന്നെ വിളിച്ച് അങ്ങനെ തന്നെ പറയും. ആ ഒരു സഹായം എനിക്കുണ്ട്. വലിയൊരു ഭാഗ്യം. പക്ഷേ ഇതിനിപ്പോൾ എന്നെ വിളിച്ചൊക്കെ കാണും. എൻ്റെ ഫോണിൽ കൂടെ വിളിക്കാനൊന്നും ഒക്കില്ല. അത് ഈ പിള്ളേർക്കേ അറിയാവൂ. അതെടുത്ത് ഇങ്ങനെ ചെയ്ത് ഞാൻ പറയും ഞാനേ ഇനി എത്തി കേട്ടാ എന്നൊക്കെ പറയണമെങ്കിൽ എൻ്റെ മോള് വന്നില്ല ഇതുവരെ. മോള് വരണം. അപ്പോൾ ഇപ്പോഴും ഇത്തിരി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മറക്കും. വീണ്ടും നമ്മൾ വേറെ ഏതെങ്കിലും ലോകത്തെത്തും. ചിന്തകൾ വരും. ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ആള്. അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇരുന്നാൽ ഇല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ എത്ര നേരം കിടക്കുമായിരുന്നു. ഞാൻ കിടന്നിട്ട് ഞാനെങ്കിൽ എൻ്റെ കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കും. നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നു, അമ്മയുടെയൊക്കെ കൂടെ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചിരുന്നു, എന്തുമാത്രം സുഖമായിട്ട് ജീവിച്ച് അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ജീവിതം തുടങ്ങിയപ്പം എങ്ങനെയൊക്കെ ജീവിച്ചു. അത് എങ്ങനെയൊക്കെ ജീവിച്ചു ആദ്യം അമ്മയുടെ കൂടെ. ഞാനൊരു ജീവിതം എങ്ങനെയെല്ലാം ജീവിച്ചു ദൈവമേ ഞാൻ. അത് വേറൊരു ലെവലിൽ. ഇപ്പം സന്തോഷത്തിൻ്റെ ചോദിക്കുന്ന ശമ്പളം സീരിയലിന്, സിനിമയ്ക്ക് ഞാൻ ചോദിക്കത്തില്ല, ഇതുവരെയും ചോദിച്ചിട്ടില്ല. മൗനരാഗത്തിൻ്റെ സീരിയലിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സീരിയലിലുള്ള അവർ സിനിമ എടുത്തപ്പം സീരിയലിലുള്ള ഞാൻ മാത്രമേ ഉള്ളൂ, അതിൽ വേറെ ആരുമില്ല. ആ പ്രൊഡ്യൂസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അയാളുടെ അമ്മൂമ്മയെ പോലെയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മൂമ്മ തന്നെ ഇത് കണ്ടവരെല്ലാവരും പറയും അയ്യോ രമേഷ് ബാബുവിൻ്റെ അമ്മൂമ്മ തന്നെ ഇതെന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സേതു അടൂർ കൺട്രോളർ അയാളായിരുന്നു. എമൗണ്ടൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട, ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട, എൻ്റെ സിനിമയാണ്, എൻ്റെ പ്രൊഡ്യൂസറാണ് അത് സിനിമ അത് പിന്നെ പ്രൊഡ്യൂസർ തന്നോളും വേണമെന്ന്. ഞാൻ പറഞ്ഞു അയാൾ എൻ്റെ അടുത്ത് പൈസ ചോദിച്ച് അങ്ങനെ ചോദിച്ചത് എനിക്ക് ഇഷ്ടമായില്ലല്ലോ, ഞാനൊന്നും പറയത്തില്ല. എന്നാലും ഇപ്പം 3-4 ദിവസങ്ങൾ ഞാൻ വിളിച്ച് പറഞ്ഞ് എല്ലാവരും അറിഞ്ഞു, അവരൊക്കെ വന്ന് എല്ലാവരും വന്ന് ഡയറക്ടർമാരും അവരും ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചു. 6 വർഷമൊക്കെ പോകുമ്പോഴേ നമ്മൾ ഇച്ചിരി നല്ലപോലെ അഭിനയിക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വഭാവക്കാരായിരിക്കില്ലല്ലോ, എല്ലാവരും ഇച്ചിരി. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഇത് കാണും. അവരാരെയും വിളിക്കാതെ എന്നെ മാത്രം വിളിച്ച് പ്രൊഡ്യൂസറെ എനിക്ക് സിനിമയുടെ പൈസ വേണ്ട, ആരും ചെയ്യാത്തൊരു കാര്യോ ഞങ്ങൾ തരും എനിക്ക് വേണ്ട, സത്യമായിട്ട് എനിക്ക് വേണ്ട. എനിക്ക് സന്തോഷമായി, കാരണം എൻ്റെ അഭിമാനം ഇത്രയും സീരിയൽ ഇത്രയും പേര് അഭിനയിച്ചിട്ട് എന്നെ മാത്രമേ വിളിച്ചുള്ളൂ. അയ്യോ ഞാൻ ആരാ എന്നൊക്കെ ഇങ്ങനെ പറയും. അതും നായകൻ്റെ അമ്മയാണോ, ഒരു നായികയുണ്ട് അതിൽ, അത് സിനിമ നടിയാണ്, അവളുടെ അച്ഛൻ്റെ അമ്മ, അയാളാണ് ഇതിൽ നായകൻ. അവളുടെ ഒരു കാമുകനോ അങ്ങനെ ഞാൻ കണ്ടില്ല, ഒരു നായകൻ. അതിൻ്റെ എൻ്റെ കൊച്ചുകുട്ടിയാണ് ഇത്, എൻ്റെ മോൻ്റെ മകളാണ് അത് അങ്ങനത്തെ വേഷവും കിട്ടി. എനിക്ക് സന്തോഷം, ഭയങ്കര ഭാഗ്യമായി. അത്രയും ഞാൻ പറയും. പക്ഷേ തരും ഞങ്ങൾ തരും, അമ്മയ്ക്ക് തരും. ഞാൻ പറഞ്ഞ തന്നാൽ ഞാൻ വാങ്ങിക്കും, ഞാൻ പറഞ്ഞേ വേണ്ടെന്ന്.